സൂക്ഷിച്ചു തുറക്കണം കേട്ടോ. കടുക് താഴെ ചാടിയ പ്രശ്ന. എന്ത് പ്രശ്നം? കടുക് താഴെ വീണ കറിക്ക് ഇടുമ്പോഴാണ് പ്രശ്നം. ഇത് അതൊന്നല്ല, അതിനേക്കാളും വലിയ പ്രശ്നം. എന്താണ് അത്രക്കുള്ള പ്രശ്നം? അമ്മ പറഞ്ഞതാ, കടുക് താഴെ വീണ കുടുംബകലഹം ഉണ്ടാവുന്നു. അത് അന്ധവിശ്വാസല്ലേ? അയ്യോ, എനിക്കിത് വിശ്വാസം ഉണ്ടായിട്ടല്ല, അമ്മ പറഞ്ഞാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ കുടുംബക്കലമായോ? അയ്യോ പോയല്ലോ. നീ എന്തിനാ കയ്യിൽ മേഞ്ഞത്? അതുകൊണ്ടല്ലേ താഴെ വീണത്. ഇനിയിപ്പോ എല്ലാവരും എന്നെ പറഞ്ഞോ? പൈച്ചപ്പോ കുറച്ച് ഫുഡാക്കി തരാൻ എന്നെ പറഞ്ഞാൽ മതി. ആരും തിന്നല്ലേ ഇപ്പൊ, വേണ്ട ഓരെണ്ണാക്കി തിന്നു. പ്ലീസ് അങ്ങനെ പറയല്ലേ. ഇതെല്ലാം പറഞ്ഞിട്ട് അമ്മച്ചീനോട് പറഞ്ഞാൽ മതിയല്ലോ. എന്റെ അമ്മച്ചിയെ പറഞ്ഞുണ്ടല്ലോ. അയ്യോ അമ്മച്ചി പറഞ്ഞ ശരിയായില്ലേ? അപ്പൊ ഇതൊക്കെ ശരിയാണോ? നമ്മ തല്ലാക്കിയത് അതുകൊണ്ടാണോ? അതുകൊണ്ടാണ് ഇങ്ങനെയല്ല ആയത്. അമ്മ ഇങ്ങാരില്ലേ? ഇതേതാ തമിഴിലൊരു അമ്മ വിളി? ഏതെങ്കിലും ഒരു പിച്ചക്കാരയച്ചു. എന്തായാലും പോയി നോക്കാം. ₹2 കയ്യിലുണ്ടെങ്കിൽ എടുത്തോ. കൈ നോക്കി എല്ലാ ചൊല്ലടെ ഉങ്ക കൈ നോക്കി കൊടുപ്പ. ഓ വേണ്ട വേണ്ട, എനിക്ക് അങ്ങനത്തെ അന്ധവിശ്വാസം ഒന്നും ഇഷ്ടമില്ല. എന്തായാലും വന്നാലേ എന്റെ കൈ ഒന്ന് ശരി മാ, ഇങ്ങനെ നിൽക്കാറ്. നീ കൈ കൊടു. കടവുളെ, എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾക്കിപ്പോ നല്ല ടൈമാണ്. എക്സാം നല്ല മാർക്ക്, അസുഖമൊന്നും വരില്ല. നമ്മേ തള്ളു തള്ളു. പക്ഷെ എന്നൊക്കെ പ്രശ്നം ഇരിക്ക്. എന്റെ വീട്ടിലെ കൊല പണ്ടവ. അത് ചിലപ്പോ ശരിയായിരിക്കും. ഞാൻ നിങ്ങളെ കൊന്നാലോ? അതിന് സാധ്യത ഉണ്ട്. അമ്മേ, അങ്ങനെ അവർ ഓർഡർ ഇട്ടു. വീണ്ടും ശാസ്ത്രം ജയിച്ചു, മനുഷ്യർ തോറ്റു. പല്ല് ചലച്ചു, സത്യം ശരിയാ. പക്ഷെ 4 തവണ ചലച്ചു. 4 തവണ ചലച്ചാൽ എന്താന്നറിയോ? എന്താ? പല്ല് ജീവിച്ചിരിക്കുന്നതിന്റെ ലക്ഷണം.